ഖുർആൻ പഠന പരമ്പരയിൽ അടുത്ത അധ്യായം ഖുർആനിലെ 69-ാമത്തെ സൂറത്തുൽ ഹാഖ. 52 വാക്യങ്ങളുള്ള ഈ അധ്യായവും പതിവ് പോലെ പടച്ചോൻ്റെ വിഷയദാരിദ്ര്യവും ഒരു പടപ്പിൻ്റെ പിടിപ്പുകേടും വ്യക്തമാക്കുന്ന കുറേ ആവർത്തനങ്ങൾ മാത്രമാണ്. 13 കൊല്ലം മക്കയിൽ എന്തൊക്കെയാണോ പാടിക്കൊണ്ട് നടന്നത് ആ പാട്ടെല്ലാം കൂടെ ഒന്നും കൂടെ വെട്ടിച്ചുരുക്കി ആവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ. ഇതിനകത്തും പ്രത്യേകിച്ച് നമ്മൾ പറയാത്ത കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു വാക്യം അറിയാതെ സത്യം പറഞ്ഞു പോയതിൻ്റെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമുക്കിത് മുഴുവൻ വായിച്ച് തീർക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ വായിക്കാം. കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യാം. അൽ ഹാഖ മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ കദ്ദബത്ത് സമൂദ് വൽ ആദു ബിൽ ഖാരിയ. ഇങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നത്. മുഹമ്മദിന് എന്തെങ്കിലുമൊക്കെ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ടൊന്ന് പ്രാസമൊപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പടുപാട്ട് പാടുക എന്ന ശീലമാണ് മക്കയിൽ ഉണ്ടായിരുന്നത് ആദ്യകാലത്ത്. ആ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അതേ സാധനങ്ങൾ തന്നെ വീണ്ടും എടുത്ത് അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഹാക്ക എന്ന വാക്കിന് അങ്ങനെ ഒരു കാര്യമായ അർത്ഥമൊന്നുമില്ല. ഇവിടെ ഞാൻ വായിക്കുന്ന സുന്നി കൂറ്റനാട് തഫ്സീറിൽ ആ യഥാർത്ഥ സമയം എന്നാണ് ഹാക്ക എന്നതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന മുജാഹിദ് തഫ്സീറിൽ ആ യഥാർത്ഥ സംഭവം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ യഥാർത്ഥ സംഭവം അൽ ഹാക്ക മൽ ഹാക്ക, എന്താണ് യഥാർത്ഥ സംഭവം? വമാ അദ്റാക മൽ ഹാക്ക, യഥാർത്ഥ സംഭവം എന്നാൽ എന്ത് എന്ന് താങ്കൾക്ക് അറിവ് നൽകിയതെന്താണ്? പിന്നെ സമൂദിൻ്റെയും ആദിൻ്റെയൊക്കെ കഥ പറയുകയാണ്. സമൂദും ആദും ആ ഞെട്ടിക്കുന്ന സംഭവത്തെ നിഷേധിച്ചു. അപ്പോൾ സമൂദ് സമുദായത്തെ ആ അതിരുവിട്ട സംഭവം മൂലം നശിപ്പിക്കപ്പെട്ടു. ആദ് സമുദായത്തെ ഊക്കേറിയ ഒരു ഉഗ്രമായ കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെടുകയുണ്ടായി. 7 രാവും 8 പകലും തുടർച്ചയായി അവരുടെ മേൽ അതിനെ അവൻ അയച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ് കിടക്കുന്ന ഈത്തപ്പനത്തടികളെന്ന പോലെ നിനക്ക് കാണാമായിരുന്നു. ഇവിടെ എന്താണ് ഹാക്ക എന്ന് പറഞ്ഞാൽ ആ സംഭവം അല്ലെങ്കിൽ ആ സമയം എന്നൊക്കെ പറഞ്ഞ അർത്ഥം കൊടുത്തിരിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലിറങ്ങുന്ന ശിക്ഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമതൊന്ന് പരലോകത്ത് അള്ളാഹു ലോകാവസാനം ഉണ്ടാക്കി വിചാരണ നടത്തി അവിടെ നടത്താൻ പോകുന്ന ഭീകരമായ ശിക്ഷ. ഈ 2 ശിക്ഷകളെയും പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടുപാട്ട് പാടുന്നത്. അങ്ങനെ പേടിപ്പിക്കാൻ പണ്ടേ അള്ളാഹുവിൻ്റെ ഒരു പണി പൂർവികരുടെ കെട്ടുകഥകൾ, പഴങ്കഥകൾ ഇങ്ങനെ എടുത്ത് പറയുക എന്നുള്ളതാണ്. ഇവിടെ ആദ്, സമൂദ്, നോഹ്, ഫിർഔൻ എന്നൊക്കെ പറഞ്ഞ് പഴയ ഒരുപാട് കെട്ടുകഥകളുണ്ട്. ബൈബിളിലെ കഥകളും അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രാദേശിക കെട്ടുകഥകളും. ഈ കെട്ടുകഥകളിൽ നിന്നെല്ലാം പണ്ട് കാലത്ത് എന്തൊക്കെയോ ചില പ്രകൃതിക്ഷോഭങ്ങളെയൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെയൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കെട്ടുകഥകളാണ് ഇവിടെ മുഹമ്മദ് എടുത്തിട്ട് വീശുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ. എന്തിനാണ്? മക്കക്കാരെ പേടിപ്പിക്കാൻ. മക്കക്കാരുടെ തലയിൽ കൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷ കൊടുങ്കാറ്റായിട്ടോ ഭൂകമ്പമായിട്ടോ വെള്ളപ്പൊക്കമായിട്ടോ ഒക്കെ ശിക്ഷ ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കുകയാണ്. 8-ാമത്തെ വാക്യം, ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുമോ? ഫിർഔനും അവൻ്റെ മുമ്പുള്ളവരും അടിമേലായി മറിഞ്ഞ നാട്ടുകാരും തെറ്റായ പ്രവർത്തനം ചെയ്തു. അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ റസൂലിനോട് അനുസരണക്കേട് കാണിച്ചു. തന്നിമിത്തം അവൻ അവരെ ശക്തിയായ ഒരു പിടുത്തം പിടിച്ചു. നിശ്ചയമായും വെള്ളം അതിരുവിട്ട സമയം നിങ്ങളെ നാം കപ്പലിൽ കയറ്റി. അപ്പോഴേക്കും നോഹിൻ്റെ കഥയിലേക്ക് അങ്ങോട്ട് ചാടി. പക്ഷേ കഥ ഏതാണെന്നൊന്നും പറയുന്നില്ല. വെള്ളത്തിൽ മുക്കി, പാതാളത്തിൽ ചാഴ്ത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാറ്റടിച്ച് വീശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പഴങ്കഥകൾ പറയുകയാണ്. നിങ്ങൾക്ക് അവയെ നാം ഒരു സ്മരണയാക്കുവാനും ഓർമ്മിച്ച് സൂക്ഷിക്കുന്ന ചെവികൾ അത് ഓർമ്മിച്ച് സൂക്ഷിക്കുവാനും വേണ്ടി. ഇതൊക്കെ അള്ളാഹു ഈ മാതിരി ശിക്ഷകളൊക്കെ ഇറക്കിയത് എന്തിനാണ്? അള്ളാഹുവിനെ നിഷേധിച്ചു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലുമാരെ നിഷേധിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ ഇറക്കിയത് കാലാകാലവും അതിൻ്റെയൊക്കെ അടയാളങ്ങൾ അവിടെ അവശേഷിപ്പിച്ചത് നിങ്ങൾക്കൊക്കെ ഈ ഭീകരമായിട്ടുള്ള ഓർമ്മ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. റസൂലുമാർ വരുമ്പോൾ ധിക്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാം. ഓർമ്മിച്ച് സൂക്ഷിക്കുന്ന ചെവികൾ അത് ഓർമ്മിച്ച് സൂക്ഷിക്കുവാനും വേണ്ടി എന്നാണ് ഇവിടെ പറഞ്ഞത്.
അപ്പോൾ അവിടെ അതിൻ്റെ സബബുൻ നുസൂലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്ന ഒരാൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് അലിയാണെന്നും, അപ്പോൾ അലിയെ മുഹമ്മദ് അടുത്ത് വിളിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ആയത്തോതിയത് എന്നൊക്കെയാണ് സബബുൻ നുസൂലിൽ പറയുന്നത്. അപ്പോൾ അലി കൂടെയുള്ള അലി ഇതൊക്കെ അംഗീകരിക്കുകയും ഇതൊക്കെ ഓർമ്മിക്കുകയും ഈ വക കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് മറ്റുള്ളവർ എളാപ്പി മൂത്താപ്പി ഉൾപ്പെടെ മറ്റുള്ള ഖുറൈശി പ്രമാണിമാരൊക്കെ മുഹമ്മദിൻ്റെ ഈ കഥകൾ കേട്ടിട്ട് പൂർവീകരുടെ കെട്ടുകഥകൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പരിഹസിക്കുന്ന ഖുറൈശി പ്രമാണിമാരുടെയൊക്കെ തലയിൽ കൂടെ അള്ളാഹുവിൻ്റെ ശിക്ഷപ്പ ചാടി വീഴും എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണ്. 13 മുതൽ 15 വരെ. എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്തൂതപ്പെടുകയും ഭൂമിയെയും പർവ്വതങ്ങളെയും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും ഒരൊറ്റ ഇടിച്ചു തകർക്കപ്പെടുകയും ചെയ്താൽ അന്ന് ആ സംഭവം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ സംഭവം എന്താണ്, എപ്പോഴാണ് സംഭവിക്കുക എന്നൊക്കെ മക്കക്കാർ ചോദിച്ച് കളിയാക്കിയിരുന്നു. അപ്പോൾ അവർക്കുള്ള ഉത്തരമാണത്, ആകാശം വെട്ടിച്ചു പൊളിച്ച് താഴെയിടുകയും ഭൂമിയെല്ലാം പരത്തി തൂഫാനാക്കുകയും ചെയ്യുന്ന ആ ദിവസം ആ സംഭവം നടക്കും, അപ്പോൾ നിങ്ങൾക്കതും ബോധ്യപ്പെടും എന്നാണ്. 16 ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും, എന്നിട്ടതന്ന് ലോലമായിരിക്കും, അന്നത് ദുർബലമായിരിക്കും എന്നാണ്. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ നല്ല പളുങ്ക് പോലത്തെ ഒരു പന്തലാണ്, നല്ല ഉറപ്പുള്ള ഒരു കൊടയാണ്. പക്ഷേ ഈ ലോകാവസാന നാൾ അതിൻ്റെ ഉറപ്പൊക്കെ പോയിട്ട് കടപടാ എന്നങ്ങോട്ട് പൊട്ടിപ്പൊടിഞ്ഞ് വീഴും, അന്ന് അതിൻ്റെ ഉറപ്പൊക്കെ ഇല്ലാതാവും. ഇപ്പോഴത് എല്ലാ ഉറപ്പിലിങ്ങനെ തൂണൊന്നുമില്ലാതെ പൊന്തിച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. 17 മലക്കുകൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കും, താങ്കളുടെ റബ്ബിൻ്റെ അർശ് അവരുടെ മീതയായ നിലയിൽ അന്ന് 8 കൂട്ടർ വഹിക്കുന്നതാണ്. അപ്പോൾ ആകാശം പൊളിഞ്ഞ് ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും, അള്ളാഹു എൻ്റെ മുകളിൽ ഇങ്ങനെ കസേരയിട്ട് കുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ കസേര അള്ളാഹു പടം തക്കതോന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് പൊളിഞ്ഞ് വീണാൽ അള്ളാഹു ചന്തി കുത്തി വീണ് ഊരൊടിയും. അപ്പോൾ അള്ളാഹു വീണ് ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ സിംഹാസനം വന്ന് മലക്കുകൾ താങ്ങുകയാണ്. എത്ര മലക്കുകളാണ്? 8 മലക്കുകൾ. മലക്കുകളാകുമ്പോൾ പിന്നെ താഴെ വീഴില്ല, ചിറകുള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ 8 മലക്കുകൾ അള്ളാഹുവിൻ്റെ സിംഹാസനം വന്ന് താങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അള്ളാഹു താഴത്തേക്ക് വീഴില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാണ് ഈ 8 മലക്കുകൾ താങ്ങുന്നത് എന്നതിൻ്റെ ഉത്തരം തേടി നമ്മൾ പേർഷ്യയിലെ രാജാക്കന്മാരുടെ പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. പേർഷ്യയിലൊക്കെ രാജാക്കന്മാരുടെ രാജസിംഹാസനങ്ങൾക്ക് 8 കൈകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 8 പേർക്ക് താങ്ങിക്കൊണ്ട് നടക്കാവുന്ന രീതിയിലുള്ള പല്ലക്ക് പോലെയുള്ള സിംഹാസനങ്ങൾ. ആ 8 കൈകളാണ് മുഹമ്മദിന് പരിചയമുള്ള രാജസിംഹാസനം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് മുഹമ്മദ് 8 കൈകൾ വെച്ചു. 8 കൈകൾ ഉണ്ടാകുമ്പോൾ അത് 8ഉം പിടിക്കാൻ 8 ആൾ വേണം. അങ്ങനെ 8 മലക്കുകളെ അതിന് നിയോഗിച്ചു. ഏതായാലും സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനും കുൻ പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന അള്ളാഹു സമതാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതായത് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടാത്ത, മറ്റാരെയും ആശ്രയിക്കേണ്ടാത്ത, സ്വയം പര്യാപ്തനായിട്ടുള്ള, സ്വയം സമ്പൂർണനായിട്ടുള്ള അള്ളാഹുവിനെയാണ് ഇവിടെ 8 മലക്കുകൾ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒന്നിനെയും ആശ്രയിക്കേണ്ടാത്ത അള്ളാഹു കസേര താങ്ങാൻ മലക്കുകളെ വിളിച്ചിട്ട് കസേരയെ ആശ്രയിച്ചുകൊണ്ട് അതിലിരിക്കുകയാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ കസേര താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഈ താങ്ങുന്ന മലക്കുകളുടെ കോലമൊക്കെ ഇബ്നു അബ്ബാസിൻ്റെയൊക്കെ തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്. ഈ മലക്കുകൾക്ക് സിംഹത്തിൻ്റെ പോലെയുള്ള തലയുണ്ടാവും, പിന്നെ കഴുകൻ്റെ തലയുണ്ടാവും, അതുകൂടാതെ മനുഷ്യൻ്റെ തലയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിവരണങ്ങളൊക്കെ അതിനകത്ത് കാണാം. 18 അന്ന് നിങ്ങൾ ഹാജരാക്കപ്പെടും, മറഞ്ഞു കിടക്കുന്ന ഒന്നും തന്നെ നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. അങ്ങനെ ലോകാവസാനമൊക്കെ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ സിംഹാസനം മലക്കുകൾ താങ്ങി ആകാശമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഭൂമിയിലേക്ക് വീണ് ഭൂമിയിലുള്ള മലകളും കുന്നുകളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ പേപ്പറായുന്ന സമയത്ത് അള്ളാഹു നിങ്ങളെല്ലാവരെയും ഹാജരാക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഹൃദയങ്ങളിലുള്ള സകല രഹസ്യങ്ങളും അള്ളാഹു പുറത്ത് ചാടിക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നും മറഞ്ഞു പോവുകയില്ല. 19 എന്നാൽ ആരുടെ വലതുകൈയിൽ തൻ്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടുവോ അവൻ പറയും, ഇതാ എൻ്റെ കർമ്മരേഖ, ഒന്നെടുത്ത് വായിക്കുക. അന്ന് ഗ്രന്ഥങ്ങൾ കൊടുക്കും ഓരോരുത്തരുടെ കയ്യിൽ. ചില ആൾക്കാരുടെ വലത്തെ കയ്യിലാണ് കൊടുക്കുക, ചില ആൾക്കാരുടെ ഇടത്തെ കയ്യിലാണ് കൊടുക്കുക. വലത്തെ കയ്യിൽ ഗ്രന്ഥം കൊടുക്കുന്നവരെ വലതുപക്ഷക്കാരെന്നും ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവരെ ഇടതുപക്ഷക്കാരെന്നും പറയപ്പെടും. ഈ വലതുപക്ഷക്കാരെന്ന് പറഞ്ഞാൽ
നന്മകൾ കൂടുതൽ ചെയ്തിട്ടുള്ള, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളുകൾക്കാണ് ഈ വലത്തെ കയ്യിൽ ഗ്രന്ഥം കൊടുക്കുക. നരകത്തേക്ക് പോകാനുള്ളവരുടെ കയ്യിലാണ് ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കൊടുക്കുക. ഈ വലത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടിയാൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അവർ വിളിച്ചു പറയുകയാണ്, എൻ്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കിയടോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഈ സ്കൂളിലൊക്കെ കുട്ടികൾ നല്ല മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കുമല്ലോ, അതേമാതിരി ഈ പുസ്തകം കിട്ടിയവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് കാണിക്കും, കണ്ടോ എൻ്റെ പുസ്തകം, ഞാൻ സ്വർഗത്ത് പോകാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് അബ്ദുൽ അസദ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ഉമ്മു സലമയുടെ ഭർത്താവായിരുന്ന അബ്ദുൽ അസദ് എന്ന് പറയുന്ന ചങ്ങാതി അവിടുന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന കാര്യമാണെന്നും അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് അത് ആയത്തായിട്ട് ഇറങ്ങിയത് എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്. 20 നിശ്ചയമായും വിചാരണയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും, അതായത് ഉന്നതമായ സ്വർഗത്തിൽ. 23 അതിലെ പറിച്ചെടുക്കപ്പെടുന്ന പഴങ്ങൾ അടുത്തതായിരിക്കും. സ്വർഗത്തിലെ വിഭവങ്ങളാണ് പിന്നെ പറയുന്നത്. ഈ വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയവർ നേരെ സ്വർഗത്തിൽ പോയാൽ അവർക്ക് പഴങ്ങൾ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണി വെച്ച് കയറൊന്നും വേണ്ട, അവർക്ക് അടുത്തേക്ക് താഴത്തേക്ക് തൂങ്ങി വരും എന്നാണ്. അപ്പോൾ ഈത്തപ്പനേൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി, മുകളിലൊക്കെ ഉള്ള മരത്തുമലൊക്കെ വലിഞ്ഞു കയറി കഷ്ടപ്പെട്ട് പഴം പറിച്ചിരുന്ന അറബികളോടാണ് ഈ പഴങ്ങൾ പറിക്കാൻ നിങ്ങൾ മുകളിലൊന്നും കയറേണ്ടി വരില്ല, താഴത്തേക്ക് പഴങ്ങൾ തൂങ്ങി നിൽക്കുന്ന ഈത്തപ്പനയൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. 24 കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ മുൻകൂട്ടി ചെയ്തു വച്ച സൽക്കർമ്മഫലമായി നിങ്ങൾ ആനന്ദപൂർവ്വം തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. 25, 26 ഇടതു കൈയിൽ കർമ്മരേഖ നൽകപ്പെട്ടവർ പറയും, ഓ എൻ്റെ കർമ്മരേഖ എനിക്ക് നൽകപ്പെടുകയും എൻ്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയുകയും ചെയ്തിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനേ, ഈ റിസൾട്ടേ അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നും. അതേപോലെ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയ ആൾക്കാർക്ക് ഇത് കിട്ടണ്ടില്ലായിരുന്നു, ഇത് വായിക്കണ്ടില്ലായിരുന്നു എന്ന് തോന്നും. 27 അത് തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ നന്നായിരുന്നു, എന്നുവെച്ചാൽ ചത്തുപോയാൽ മതിയായിരുന്നു, ഇവിടെ വീണ്ടും ജനിക്കണ്ടില്ലായിരുന്നു എന്നൊക്കെ ആ നേരം തോന്നിപ്പോകും എന്നാണ്. 28, 29 എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല, എൻ്റെ സ്വാധീന ശക്തി എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതൊക്കെ മക്കയിലുള്ള പ്രമാണിമാരെ മുഖത്ത് നോക്കിയിട്ട് മുഹമ്മദിൻ്റെ ഈർഷ്യ തീർക്കുകയാണ്. കാരണം ഈ പ്രമാണിമാരൊക്കെ ഇവിടെ ധനമുള്ളവരും മക്കളുള്ളവരും ജനസ്വാധീനമുള്ളവരും ഒക്കെ ആയിട്ട് മുഹമ്മദിനെ അംഗീകരിക്കാതെ കുശാലായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുകയും ഇവിടുത്തെ ധനവും ഇവിടുത്തെ സൗകര്യങ്ങളും ഒന്നും അവിടെ ഉപകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ അവിടെ കരച്ചിലും പിടിച്ചിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മക്കയിലെ പ്രമാണിമാരെ ചീത്ത വിളിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ് മുഹമ്മദ് ഇവിടെ. 30, 32 നിങ്ങൾ അവനെ പിടിച്ച് ചങ്ങലക്ക് വയ്ക്കുകയും എന്നിട്ട് ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുകയും പിന്നീട് 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുക. ഇത് മലക്കുകളോട് അന്ന് അള്ളാഹു കൽപ്പിക്കുന്നതാണ് എന്നാണ് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്നും ഖുർആനിലില്ല. ഖുർആനിൽ ഗ്രാമർ ഉണ്ടാവുക എന്നുള്ളത് പണ്ടേ പതിവില്ലാത്തതാണ്. അങ്ങനെ ചങ്ങല ഇട്ടിട്ട് അവരെ വലിച്ചുകൊണ്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. ചങ്ങലേൻ്റെ അളവൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. 70 മുഴ നീളമുള്ള ചങ്ങല. ആ ചങ്ങല എന്തിനാണെന്നുള്ളത് ഇബ്നു അബ്ബാസിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ആസനത്തിൽ കൂടെ കയറ്റിയിട്ട് തൊള്ളയിൽ കൂടെ എടുക്കുന്നതാണ് ചങ്ങല, ഉള്ളിൽ കൂടെ ചിത്രവധം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ചങ്ങലമേലാണ് വലിച്ചുകൊണ്ട് പോകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 60 മുഴ നീളമുള്ള ചങ്ങല. 33 അവൻ മഹാനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ തന്നെയായിരുന്നു. ആസനത്തിൽ കൂടെ ചങ്ങലയിട്ട് വലിക്കാൻ കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ്, വേറെ കാരണമൊന്നുമില്ല. 34 പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിൽ അവൻ പ്രോത്സാഹനം കാണിച്ചിരുന്നതുമില്ല. ഇത് മക്കയിലെ ഏതോ ഒരു പ്രമാണിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം. മുമ്പ് 107-ാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യം പറഞ്ഞ് ഒരാളെ ചീത്ത വിളിക്കുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, അബൂ സുഫിയാൻ തന്നെയായിരുന്നു. അബൂ സുഫിയാൻ്റെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു പറയണം കേട്ടോ. ആ അബൂ സുഫിയാനെ കുറിച്ചാണ് ഇവൻ പാവപ്പെട്ടവരെ ആട്ടി ഓടിക്കുമെന്നും മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കില്ല എന്നും ഭക്ഷണം കൊടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 107-ാമത്തെ സൂറത്തുൽ മാഊൻ എന്ന് പറയുന്ന ചെറിയ സൂറത്തിൽ അബൂ സുഫിയാനെ തെറി വിളിച്ചത്. നമ്മൾ ആ സൂറത്ത് എടുക്കുന്ന സമയത്ത് അതൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അബൂ സുഫിയാനെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിൽ അവൻ പ്രോത്സാഹനം കാണിച്ചിരുന്നതുമില്ല എന്ന് പറയുന്നത്.
അപ്പോൾ അബൂ സുഫിയാൻ ആഴ്ചയിൽ 2 ഒട്ടകങ്ങൾ ഇറക്കുമായിരുന്നു എന്നും ആ ഇറച്ചി വിതരണം ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു ചങ്ങാതി വന്നിട്ട് ഇറച്ചി ചോദിച്ചപ്പോൾ വടിയെടുത്തിട്ട് അവനെ ഓടിച്ചു വിട്ടു എന്നാണ് കഥ. അങ്ങനെ ഓടിച്ചപ്പോഴാണ് ആ തക്കം നോക്കിയിട്ട് അവസരം മുതലെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മുഹമ്മദ് പോയിട്ട് ആയത്തിറക്കിയതാണ്. ആ ഓടിച്ചു വിട്ട മനുഷ്യനെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് അബൂ സുഫിയാനെതിരായിട്ട് ഇറക്കിയ ആയത്തായിരുന്നു സൂറത്തുൽ മാഊനിൽ ഈ അനാഥരെ ആട്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചത്. ഇവിടെയും അതേ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിൽ പ്രോത്സാഹനം നൽകാത്തവനാണ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു പഠിച്ചവൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഒരു പൊതു പ്രസ്താവനയായിട്ട് പറയുന്നതിൽ വസ്തുതാപരമായി തെറ്റുണ്ട്. കാരണം ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ചവർ മാത്രമേ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും അനാഥരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ അനാഥർക്ക് വേണ്ടിയിട്ടും നിസ്വരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടും അടിമകൾക്ക് വേണ്ടിയിട്ടും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ച എത്രയോ മനുഷ്യരുടെ കഥകൾ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അവരാരും ഈ ദീനും കൊണ്ടു നടന്നവരൊന്നല്ല. അതുവരിൽ പലരും ദൈവത്തിൽ പോലും വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹു പോട്ടെ, വേറെ ദൈവങ്ങളിൽ പോലും വിശ്വസിക്കാത്ത എത്രയോ മനുഷ്യർ അന്നും ഇന്നും ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള നന്മ എന്ന് പറയുന്നതും ധാർമ്മിക ബോധം എന്ന് പറയുന്നതും അള്ളാഹു എന്ന പഠിച്ചവനുമായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം ദീനുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല എന്നുള്ളത് നമുക്കിന്ന് ചുറ്റുപാടും നോക്കിയാൽ അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ഒരു പൊതു പ്രസ്താവനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. മറിച്ച് മുഹമ്മദ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ തന്നെ അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന മുഹമ്മദിന് ഇഷ്ടമല്ലാത്ത പ്രമാണിമാരുടെ മുഖത്ത് നോക്കിയിട്ട് അന്ന് നടന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് മുഹമ്മദ് വിളിച്ചു പറഞ്ഞതാണ് എന്നതാണ് വസ്തുത. 35-36 അതുകൊണ്ട് ഇന്ന് അവനിയുടെ ഒരു ഉറ്റ ബന്ധുവോ ഗൈസ്ലീനിൽ നിന്നല്ലാതെ ഭക്ഷണമോ ഇല്ല. നരകത്തിൽ ഉറ്റ ബന്ധുക്കളാരും ഉണ്ടാവില്ല. ഗൈസ്ലീനിൽ നിന്നല്ലാതെ ഭക്ഷണമൊന്നും കിട്ടില്ല. ഇത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഗൈസ്ലീനിൽ നിന്നല്ലാതെ എന്നും സക്കൂമിൻ്റെ കായൽ നിന്നല്ലാതെ എന്നും ലരീയിൽ നിന്നല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണത്തിൻ്റെ കാര്യം ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. അതൊന്നും അല്ലാതെ വേറൊന്നും കിട്ടില്ല എന്ന്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ ഈ നരകത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് പലയിടത്തായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന കാര്യവും വേറെ പറഞ്ഞിട്ടുണ്ട്, അതും തിന്നാൻ കൊടുക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടുള്ള, ഒരിക്കൽ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ടുള്ളതാണ് മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. വൈരുദ്ധ്യങ്ങളില്ലാത്ത ഖുർആനിൽ ഇഷ്ടംപോലെ വൈരുദ്ധ്യങ്ങൾ ഇത്തരം നുണക്കഥകൾ പറയുമ്പോൾ ആവർത്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 37 കുറ്റം ചെയ്തവരെ അത് ഭക്ഷിക്കൂ. ഏത് ഈ ഗിസ്ലീൻ എന്ന് പറയുന്ന, ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ അതൊരു മരത്തിൻ്റെ കായാണെന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അതല്ല, അത് നരകത്തിലെ മനുഷ്യന്മാരുടെ മാംസവും ചലവും മുറിവൊക്കെ കരിഞ്ഞ് പഴുത്ത് ഒലിച്ച നീരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പലതും പറയുന്നുണ്ട്. 38-39 എന്നാൽ നിങ്ങൾ കാണുന്നവയെ കൊണ്ടും കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. 40 നിശ്ചയമായും അത് ആദരണീയനായ ഒരു ദൂതൻ ഓതിത്തരുന്ന വാക്കുകൾ തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അറിയാതെ ഒരു സത്യം പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ വാക്യമാണ്. ഇതൊരു ദൂതൻ്റെ വാക്ക് തന്നെയാണ് എന്ന് മുഹമ്മദിൻ്റെ വായിലൂടെ മുഹമ്മദ് പറഞ്ഞുപോയി. അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ എന്നാണ് നമ്മളൊക്കെ ഇതുവരെ കേട്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ ഒരു മര്യാദക്കാരനായ ദൂതൻ്റെ വാക്കുകളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പിന്നെ അള്ളാഹു കൊടുത്തയച്ചത്, ആ കൊടുത്തയച്ച ദൂതൻ ജിബ്രീൽ, ആ ജിബ്രീൽ കൊടുത്തിട്ട് മുഹമ്മദ് എന്ന ദൂതൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഈ വാചകം ഒറ്റ നോട്ടത്തിൽ സത്യം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യം പറയാൻ വേണ്ടിയിട്ട് പൊന്തിച്ച് കാണിച്ച കാര്യങ്ങൾ എന്താണ്? കാണുന്നവയെ കൊണ്ടും കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഈ കാണുന്നവ കാണാത്തവ ഇതെന്താണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട് കുറേ. ചിലർ പറയുന്നത് സൂര്യനും ചന്ദ്രനും കാണുന്നവയാണ്, അള്ളാഹുവിൻ്റെ അർസും കുർസും കാണാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഉദാഹരണങ്ങളൊക്കെ കൊടുത്ത് കാണുന്നതും കാണാത്തതും എന്ന് പറഞ്ഞതുകൊണ്ട് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കാണുന്നതുകൊണ്ടും കാണാത്തതുകൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ്, ഒരു സത്യം തുറന്നങ്ങോട്ട് പറയുകയാണ്, ഇതൊരു ദൂതൻ്റെ വാക്കുകളല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. എന്നിട്ട് വ്യാഖ്യാനിച്ച് മുഫസ്സിറുകൾ അത് ദൂതൻ്റെ വാക്കുകൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാക്യങ്ങൾ എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഉരുളുന്ന കോമഡിയാണ് കാണുന്നത്. 41 അതൊരു കവിയുടെ വാക്കല്ല, അല്പം മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അതൊരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല, നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ.
ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചതാണത്. അപ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിച്ചതാണ് ആശയങ്ങൾ, പക്ഷേ പറഞ്ഞ വാക്കുകൾ ദൂതൻ്റെയാണ്. അങ്ങനെയാണ് ബൈബിളൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെയാണ് പറയുന്നത്. ബൈബിളൊന്നും ഈ വാക്യങ്ങൾ അതേപടി ദൈവികമാണെന്ന് അവകാശപ്പെടുന്നില്ല. ബൈബിളിൻ്റെ ആൾക്കാർ പറയുന്നത് ദൈവിക പ്രചോദനം കൊണ്ട് മനുഷ്യരെഴുതിയ ആശയങ്ങൾ എന്ന രീതിയിലാണ് ബൈബിളിനെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷേ ഖുർആൻ ഇത്രയും നേരവും ഖുർആൻ്റെ ആളുകൾ അവകാശപ്പെട്ടിരുന്നത് വള്ളി പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ഈ വാക്കുകളും വാക്യങ്ങളും അള്ളാഹു നേരിട്ട് ഇങ്ങോട്ട് ഇറക്കിയതാണെന്ന്. എന്നിട്ട് അതേ ഖുർആനിൽ തന്നെയാണ് ഇത് ദൂതൻ്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞത്. 44-45 അദ്ദേഹം നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തെ നാം ശക്തിയോടെ പിടിക്കുമായിരുന്നു. ഇത് ഖുർആനിലെ നിലവാരം കുറഞ്ഞ ഒരു കോമഡിയാണ്, പലയിടത്തും ആവർത്തിക്കുന്നുണ്ട്. ഇതാരാ പറയുന്നത്? മുഹമ്മദിനെ കുറിച്ച് തന്നെയാണ് പറയാൻ. മുഹമ്മദ് പറഞ്ഞത് നുണയായിരുന്നെങ്കിൽ മുഹമ്മദിൻ്റെ അള്ളാഹു പിടിച്ചു പൂസുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിഹസിക്കാനുള്ള വക ഉണ്ടാക്കിയെന്നല്ലാതെ ഇതെങ്ങനെയാണ് ദൃഷ്ടാന്തമാവുക? മുഹമ്മദ് പറയുന്നത് തെറ്റായിരുന്നെങ്കിൽ മുഹമ്മദിൻ്റെ അള്ളാഹു ശിക്ഷിക്കുമായിരുന്നു എന്ന് മുഹമ്മദിൻ്റെ വായിൽ കൂടെ തന്നെ മുഹമ്മദിൻ്റെ അള്ളാഹു പറയാം. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ഒരു സങ്കല്പമായിരുന്നു എന്നതാണ് അവരൊന്ന് മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറയുന്നതൊക്കെ മുഹമ്മദിൻ്റെ ബടായിയാണെന്നാണ്. അതിന് മറുപടിയായിട്ട് അള്ളാഹുവിൻ്റേതല്ലായിരുന്നെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുമായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ആ പറഞ്ഞത് ഖുർആനിൽ പറയുന്ന മൊത്തം കഥയ്ക്ക് വിരുദ്ധമാണ്. ഇവിടെ അദ്ദേഹത്തെ നാം ശക്തിയോടെ പിടിക്കുമായിരുന്നു എന്നാണ് വായിച്ചത്. പക്ഷേ ഇവിടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ നാം എൻ്റെ വലങ്കൈ കൊണ്ട് പിടിക്കുമായിരുന്നു എന്നാണ്. വലങ്കൈ കൊണ്ടാണ് അള്ളാഹു പിടിക്കുക എന്നാണ്. അപ്പോൾ വലങ്കൈ കൊണ്ട് പിടിക്കുന്നു എന്ന് പറയാൻ കാരണം വലങ്കൈയിനാണ് കൂടുതൽ ശക്തി എന്നതുകൊണ്ടാണ് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനും ഇടങ്കൈയിന് അത്ര ശക്തി പോരാ, വലങ്കൈയിന് ശക്തി കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. അള്ളാഹുവിന് വലങ്കൈ ഉണ്ട്, ഇടങ്കൈയും ഉണ്ട്. ഇടങ്കൈയിനേക്കാൾ കുറച്ചും കൂടെ ശക്തി ഉണ്ട്. അപ്പോൾ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് തന്നെ അള്ളാഹു പിടിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നൊക്കെ വ്യാഖ്യാനമുണ്ട്. ഇവിടെ ആ വലങ്കൈയും എല്ലാം കൊണ്ട് ഒഴിവാക്കിയിട്ട് ശക്തിയോടെ പിടിക്കുമെന്ന് ആണ് നമ്മുടെ കൂറ്റനാടിൻ്റെ പരിഭാഷയിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ വലങ്കൈ, ശക്തിയുള്ള വലങ്കൈ കൊണ്ട് പിടിക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ നുണ പറഞ്ഞവരെയും ദൈവത്തിൻ്റെ പേരിൽ വ്യാജമായിട്ട് എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചവരെയൊക്കെ അള്ളാഹു വലങ്കൈ കൊണ്ട് പിടിച്ച് ശരിപ്പെടുത്തുമായിരുന്നെങ്കിൽ ലോകത്ത് ലക്ഷക്കണക്കിന് കള്ളന്മാരും വ്യാജ ദൈവങ്ങളും ദൈവത്തിൻ്റെ അവതാരങ്ങളും പ്രവാചകന്മാരും ഒക്കെ വന്നു പോയിട്ടുണ്ട്. പലരും ഞാൻ ദൈവമാണെന്ന് തന്നെ അവകാശപ്പെട്ടവരുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും. നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ദൈവത്തിൻ്റെ അവതാരമാണെന്ന് അവകാശപ്പെടുന്ന ആൾദൈവങ്ങളൊക്കെ ഉണ്ട്. ദൈവത്തിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് വ്യാജ വെളിപാടുകൾ ഇറക്കിയിരുന്ന ആളുകൾ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു മുസൈലിമ മാത്രമല്ല, വേറെ പലരും ഉണ്ടായിരുന്നു. അവരൊന്നും അള്ളാഹു വലം കൈ കൊണ്ട് പിടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. മാത്രമല്ല ഖുർആനിൽ പറയുന്ന കഥ അനുസരിച്ച് തന്നെ 1,24,000 പ്രവാചകന്മാർ കിതാബും കൊണ്ടുവന്നിട്ട് ആ കിതാബൊക്കെ വ്യാജമാക്കുകയും കേടുവരുത്തുകയും അതിൽ അള്ളാഹുവിനെക്കുറിച്ച് നുണകൾ എഴുതി ചേർക്കുകയും ഒക്കെ ചെയ്തു എന്ന കഥ വേറെ പറയുന്നുണ്ട്. അള്ളാഹുവിന് മക്കളുണ്ട് എന്നും അള്ളാഹു 3 എണ്ണമാണ് എന്നൊക്കെ ബൈബിളിൻ്റെ ആൾക്കാർ അതിനകത്തൊക്കെ എഴുതി ചേർത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ ഈ ജാതി നുണകൾ എഴുതി ചേർക്കുമ്പോഴൊന്നും അള്ളാഹുവിൻ്റെ വലങ്കൈയിന് യാതൊരു ശക്തി ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ വലങ്കൈയിന് തളർവാദം പിടിച്ച് കിടക്കുകയായിരുന്നു. 1,24,000 പ്രവാചകന്മാർ വന്ന് അള്ളാഹുവിൻ്റെ കാര്യം ഇവിടെ പറയാൻ വന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ വ്യാജം തിരികെ ചേർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ നുണ പ്രചരിപ്പിച്ച ആൾക്കാർ, ഈ അള്ളാഹുവിൻ്റെ തന്നെ വേദഗ്രന്ഥങ്ങളൊക്കെ കേടുവരുത്തിയ ആൾക്കാർ ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ വലത്തെ കയ്യിന് തളർവാദം പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോഴും ദൈവീകത അവകാശപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപാടാണെന്നും പറഞ്ഞുകൊണ്ട് വെളിച്ചപ്പാടുകളും കള്ളദൈവങ്ങളും വ്യാജദൈവങ്ങളും ആൾദൈവങ്ങളും ഒക്കെ ലോകത്ത് വിലസുന്നുണ്ട്. അവരൊന്നും പിടിക്കാൻ അള്ളാഹുവിൻ്റെ കയ്യിനൊരു ബലവും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അള്ളാഹു പൂർണ്ണമായിട്ടും തളർവാദം പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവനാഡിയെ തന്നെ നാം മുറിച്ച് കളയുകയും ചെയ്യുമായിരുന്നു. ഏത് മുഹമ്മദ് പറയുന്നത് വ്യാജമായിരുന്നെങ്കിൽ മുഹമ്മദിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്നാണ് അവകാശവാദം. പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ ഈ അവകാശവാദങ്ങൾക്കൊന്നും ചരിത്രത്തിലൊരു തെളിവുമില്ല. അതേസമയത്ത് മുഹമ്മദ് ആരെ ഉദ്ദേശിച്ചാണോ ഇതൊക്കെ പറയുന്നത് അവരൊക്കെ പിന്നീട് മുഹമ്മദിൻ്റെ തന്നെ വംശത്തെ വേരറക്കുന്നതായിട്ടും മുഹമ്മദിൻ്റെ മതം തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരൊക്കെ ഇതിൻ്റെ
നേതാക്കന്മാരായി മാറുന്നതും ഒക്കെയാണ് പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അവിടെയൊന്നും അള്ളാഹുവിൻ്റെ ഈ വലങ്കഹിൻ്റെ ശക്തി നമ്മൾ കാണുന്നില്ല. അബൂ സുഫിയാനും മക്കളും മുഹമ്മദിൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ കൊന്നൊടുക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ വലങ്കൈ തളർവാദം പിടിച്ച് കിടക്കുക തന്നെയായിരുന്നു. 47 അപ്പോൾ നിങ്ങളിൽ ആരും തന്നെ അദ്ദേഹത്തിൽ നിന്ന് തടയുന്നവരായി ഉണ്ടാകുന്നതല്ല. 48 നിശ്ചയമായും ഖുർആൻ മുത്തഖീങ്ങൾക്ക് ഭയഭക്തിയുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ദിക്റാണ്. നിശ്ചയമായും നമുക്കറിയാം നിങ്ങളിൽ ഇതിനെ നിഷേധിക്കുന്ന ചിലരുണ്ട്. നിശ്ചയമായും ഇത് സത്യനിഷേധികളുടെ മേൽ ഒരു വമ്പിച്ച ഖേദവുമാണ്. അപ്പോൾ ഖുർആൻ വിശ്വസിക്കുന്നവർക്ക് നല്ലൊരു മുതലാണെങ്കിലും ഇത് വിശ്വസിക്കാത്തവർക്ക് ഇത് തന്നെ വലിയൊരു ഇടങ്ങേറാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് പറയേണ്ടി വന്ന എന്തുവാണെന്ന്, ഈ ഖുർആൻ തന്നെയാണ് മുഹമ്മദ് ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടാൻ കാരണമായത്. മുഹമ്മദ് 13 കൊല്ലം അവിടെ ഈ ഖുർആനിലെ വെളിപാടുകൾ പാടിക്കൊണ്ട് നടന്നപ്പോൾ മുഹമ്മദിൻ്റെ വെളിപാടുകളുടെ നിലവാരക്കുറവിനെ, അതിലുള്ള മണ്ടത്തരങ്ങളെയും വൈരുദ്ധ്യങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മക്കക്കാർ നിരന്തരം മുഹമ്മദിനെ പഞ്ഞിക്കിട്ടു. അങ്ങനെ മുഹമ്മദ് അവരുടെ മുമ്പിൽ ഈ ഖുർആൻ കൊണ്ട് തന്നെ വഷളായപ്പോൾ മുഹമ്മദ് പണ്ടെത്തിയ ഒരു മുട്ടുന്യായമാണ്, ഈ ഖുർആൻ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി മാത്രം ഇറക്കിയതല്ല, വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഇത് തന്നെ ഒരു ഹസ്രത്താണ് എന്നാണ്. ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു ഖേദകാരണം എന്നാണ് ഇതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ ഒരു ഖേദകാരണമായിട്ട് മാറും എന്നാണ്. അപ്പോൾ ഇത് മനുഷ്യനെ വഴിപഴപ്പിക്കാൻ കൂടി ഉണ്ടാക്കിയതാണ് എന്ന് വേറെയും ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. 51 നിശ്ചയമായും ഇത് ദൃഢമായ യാഥാർത്ഥ്യമാകുന്നു. അതുകൊണ്ട് താങ്കളുടെ മഹാനായ റബ്ബിൻ്റെ പരിശുദ്ധിയെ താങ്കൾ പ്രകീർത്തനം ചെയ്യുക. ഇത്രയാണ് ഇതിനകത്തുള്ളത്. ഇതുവരെ പാടിക്കൊണ്ട് നടന്ന കാര്യങ്ങളല്ലാതെ ഒന്നും ഇതിനകത്തില്ല. അതെല്ലാം കൂടെ ഒന്നും കൂടെ ചുരുക്കി ക്രമീകരിച്ച് ആവർത്തിച്ചിരിക്കുകയാണ്. മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ വെളിപാടിൻ്റെയും നിലവാരം എത്രത്തോളമുണ്ട് എന്ന് തിരിച്ചറിയാൻ ഇതുപോലെയുള്ള അർത്ഥശൂന്യമായ വാക്യങ്ങളും അതിൻ്റെ അനുസ്യൂതമായിട്ടുള്ള ആവർത്തനങ്ങളും പിന്നെയും അത് വായിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് നമ്മളുടെ ഗതികേട് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. മറ്റൊരു അധ്യായവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.